ഹലോ ഗൈസ്, ആരാധകർ കാത്തിരുന്ന വിജയ് ചിത്രം ജനനായകൻ അങ്ങനെ തിയേറ്ററിലേക്ക് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ടോട്ടൽ ബ്ലാസ്റ്റ് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് മ്യൂസിക് ഒക്കെ ചുമ്മാ തൂക്കി വെച്ചിട്ടുണ്ട്. അനിരുദ്ധിനെ പറ്റി പറയാനുള്ളത്, അനിരുദ്ധാണ് മ്യൂസിക് ഡയറക്ടർ. അതുകൊണ്ട് തന്നെ നല്ല കിടിലൻ ട്രാക്സും ബിജിഎംസും ഒക്കെ ആയിട്ട് ലൈവ് ആണ് പടം. ഫുൾ ഓൺ ആക്റ്റീവ് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബിജിഎംസ് ഒക്കെ അനിരുദ്ധ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിജയ് ആസ് യൂഷ്വൽ പുള്ളിയുടെ സ്ഥിരം മാനേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ലാസ്റ്റ് പടമല്ലേ, പുള്ളിനെ കൊണ്ട് പറ്റാവുന്നതിന് അങ്ങേയറ്റം പുള്ളി മാസം സ്റ്റൈലും ഒക്കെ ആയിട്ട് പുള്ളി നന്നാക്കിയിട്ടുണ്ട്. പിന്നെ എച്ച് വിനോദാണ് ഡയറക്ഷൻ. അദ്ദേഹത്തിനെ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. വിജയിനെ വെച്ചിട്ട് എങ്ങനെ ഒരു മാസ് പടം എടുക്കാന്ന് നന്നായിട്ട് അറിയുന്ന ആളാണ് എച്ച് വിനോദ്. പിന്നെ ഫാൻസിന് ടോട്ടലി എൻജോയബിൾ ആണ്, ടോട്ടലി ബ്ലാസ്റ്റ് ആണ്. വിജയുടെ ലാസ്റ്റ് വളർന്ന രീതിയിൽ എല്ലാ ഫാൻസും തിയേറ്ററിൽ വന്ന് കാണുന്നുണ്ട്. ആൻഡ് കാണണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ലാസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഇനി ഇത് പടം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു മസ്റ്റ് വാച്ച് തന്നെയാണ്. എന്നാൽ എല്ലാവർക്കും ഒരു മസ്റ്റ് വാച്ച് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ കൊള്ളാം, പടം കൊള്ളാം. എന്നാൽ ഭയങ്കര ഒരു സംഭവം ഒന്നുമല്ല, ബട്ട് കൊള്ളാം, ഗുഡിനാവും, അത്രേ പറയാൻ പറ്റുന്നുള്ളൂ. കാരണം ഭഗവത് കേസരി കാണാതെ നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ മേബി നിങ്ങൾക്ക് ഓക്കെ ആവും. പക്ഷെ നിങ്ങൾ ഭഗവത് കേസരി ആദ്യം കണ്ടാൽ, ഭഗവത് കേസരി അറിയാലോ, ഹിറ്റായിരുന്നു. നമ്മുടെ ബാലികയുടെ പടമാണ്. ബാലികേനെ അങ്ങനെ ആരും കുറച്ച് കാണിക്കൊന്നും വേണ്ട. കാരണം ജനനായകൻ നമ്മൾ കണ്ടിട്ട് വീണ്ടും ഭഗവത് കേസരി ഉണ്ട്. അതായത് ആദ്യം ഭഗവത് കേസരി കാണുക, പിന്നെ ജനനായകൻ കാണുക, വീണ്ടും ഭഗവത് കേസരി കാണുക. അപ്പൊ നമുക്ക് ബാലയോട് കുറച്ചുകൂടി ഇഷ്ടം കൂടുതൽ തോന്നും. കാരണം ആ രീതിയിൽ നന്നായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, മോശമായിട്ടില്ല. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നന്നായിട്ട് ബാലയെ ചെയ്തിട്ടുണ്ട്. ബാലയ ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്ടറോ പെർഫോമറോ ആണ് എന്നല്ല ഞാൻ പറയുന്നത്. അല്ലാന്നല്ല, അതായത് വിജയുടെ ഒരു സ്വാഗം ബാലയുടെ ഒരു സ്വാഗം രണ്ടും ഡിഫറെന്റ് ആണ്. വിജയ് കുറെ കൂടെ മാസായിട്ട് അല്ലെങ്കിൽ വാവ് ആ ലെവലിൽ ചെയ്ത് വെച്ചിരിക്കുന്നു. ബാലയുടെ സ്ഥിരം സ്റ്റൈലിൽ ക്ലാസ് ആയിട്ട് അത് ഒരു സട്ടിലാണ്, കുറച്ചൊരു സട്ടിലായിട്ടുള്ള രീതിയിലാണ് ബാലയെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫ് വരെ അടിപൊളിയാണ്. അതായത് ജനനായകന്റെ ഫസ്റ്റ് ഹാഫ് വരെ ഓക്കെയാണ്, നൈസാണ്, അടിപൊളിയാണ്. കഥയിലെ പോരായ്മകൾ ലോജിക്കും നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട. അതല്ലാണ്ട് ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അടിപൊളിയാണ്. അതിന് കാരണം എന്ന് പറയുന്നത് ഭഗവത് കേസരിയുടെ റീമേക്ക് ആണ് ഈ പടം. ഭഗവത് കേസരി എന്താണോ അത് അതേപോലെ എടുത്ത് ഫസ്റ്റ് ഹാഫ് എടുത്ത് ജനനായകൻ വെച്ചിട്ടുണ്ട്. സോ ഭഗവത് കേസരി തന്നെയാണ് ഇതിൽ വരുന്നത്. ഭഗവത് കേസരി നന്നായിട്ട് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഹാഫ് ഈസ് ടോട്ടലി ഗുഡ്, നൈസാണ്. അതേപോലെ അതേ ഷോട്ട്, അതേ ഫ്രെയിം, അതേ ഡയലോഗ് എല്ലാം അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് വാസ് ടോട്ടലി ഫൈൻ. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ അനാവശ്യമായ കുറച്ച് പൊളിറ്റിക്സും കുറച്ച് പൊളിറ്റിക്സ്, രാഷ്ട്രീയപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ കുത്തിക്കയറ്റി. അതായത് ടിവിക്ക് അല്ലെങ്കിൽ വിജയ്ക്ക് രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബൂസ്റ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് എലമെന്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അനാവശ്യമായിട്ട് ഫീൽ ചെയ്തത്. എന്നാൽ എല്ലാവർക്കും അങ്ങനെ തോന്നുന്നില്ല. ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് അണ്ണന്റെ ബ്ലാസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോ വിജയ് തമിഴ്നാട്ടിൽ, അതായത് ആസ് എ സി എം ആയിക്കൊണ്ട് വിജയ് തമിഴ്നാട്ടിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങളും മാസമായിട്ടുള്ള പ്രവർത്തികളൊക്കെ നമുക്കറിയാം. അത് വെച്ച് നോക്കുമ്പോൾ റിയൽ ലൈഫിൽ വിജയ് ചെയ്യുന്ന മാസിന്റെ പകുതി പോലും ഇത്രയും മാസമായിട്ട് ബിൽഡ് ചെയ്യുന്ന സിനിമയിലില്ല. അനാവശ്യമായിട്ടുള്ള കുറച്ച് സീൻസും ലോജിക്കില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് കുളമായിരിക്കുന്നത്. പിന്നെ അതിൽ ഏറ്റവും വലിയ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് ഗ്രാഫിക്സ് ആണ്. അതായത് ഗ്രാഫിക്സ് അല്ല എയിൽ ജനറേറ്റ് ചെയ്ത ചില ക്ലിപ്സ് ഒക്കെ പടത്തിന്റെ തുടക്കത്തിലൊക്കെ കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ജനറേറ്റർ ക്ലിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ മോശമായി, പത്തറ്റിക്കാണ്. കാരണം ഇത്രയും ഹൈ ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ക്ലിപ്സ് ഉണ്ടാക്കുക, ജനറേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ അതും വിജയുടെ ലാസ്റ്റ് പടം എന്നുള്ള രീതിയിൽ വരുന്ന ഒരു മൂവിക്ക് അത്രയും ഹൈയസ്റ്റ് ക്വാളിറ്റിയിൽ വേണമായിരുന്നു കൊടുക്കാൻ എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. പിന്നെ രണ്ടാമത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അത് ഗ്രാഫിക്സ് റിലേറ്റഡ് ആണ്. എന്നാൽ ഏകദേശം ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ബ്രഹ്മാണ്ഡ സാധനങ്ങൾ കാണിക്കും. അതൊന്നും ഭഗവത് കേസരി, ഒറിജിനൽ ഭഗവത് കേസരി ഇല്ല. ഹോളിവുഡ് ലെവലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രഹ്മാണ്ഡ സാധനങ്ങൾ, ഏകദേശം ഒരു ബീസ്റ്റ് സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടായിരിക്കും. ബീസ്റ്റിലെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ കുറച്ച് സാധനങ്ങൾ അതിനേക്കാളും ഹൈയസ്റ്റ്, അതായത് ഒരു എന്താ പറയുക, ഐ റോബോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടോം ക്രൂസിന്റെ ഒക്കെ സിനിമകളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള കുറച്ച് ആക്ഷൻ സീക്വൻസുകളും ഗ്രാഫിക്സുകളും മെയിൻലി വന്നിരിക്കുന്ന അവിടെയാണ്. ഗ്രാഫിക്സുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ശോകമാണ്, ഇച്ചിരിയല്ല, അത്യാവശ്യം നല്ല ശോകമാണ്, വധമാണ്. ഐരാവതം എന്ന് പറഞ്ഞാൽ ഇരുത്തി വധിക്കുന്ന രീതിയിലുള്ള ഗ്രാഫിക്സും VFX വർക്കുകളും AI വർക്കുകളും അങ്ങനെയുള്ള കുറച്ച് കലാപ സാധനങ്ങളൊക്കെ ഒഴിച്ചു ചേർത്തി കഴിഞ്ഞാൽ പടം ഓക്കെയാണ്. മനസ്സിലായി? അതായത് ഓവറോൾ ആസ് എ വിജയ് ഫാൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലി ബിഗിനിങ് ടു എൻഡ് വരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഒരു കുഴപ്പമില്ല, ബ്ലാസ്റ്റ് ആണ്, എൻജോയബിൾ. നമ്മളൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്. തിയേറ്ററിൽ അടിച്ചു പൊളിക്കാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളുള്ള ഒരു പക്കാ വിജയ് പടം. പക്ഷെ ലാസ്റ്റ് പടവും കൂടെ ആയതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ പോയി കാണുക. എന്നാൽ ഒരു ഫിലിം ലവർ, ഒരു സിനിമ ലവർ, ഒരു മൂവി ലവർ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഈസ് ഗുഡ് ബിക്കോസ് ഓഫ് ദ ഭഗവത് കേസരി. അതേ സിനിമ, അതേ സ്ക്രിപ്റ്റ്, അതേ ഡയലോഗ്സ് എല്ലാം അതേപോലെ. സോ ദാറ്റ് ഈസ് ഗുഡ്, ദാറ്റ് ഈസ് ഫൈൻ. അത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും കഥയിലുള്ള കുറച്ച് മിസ്റ്റേക്സും കുറച്ച് അനാവശ്യ പൊളിറ്റിക്സും അതേപോലെ തന്നെ VFX-ലെ കുറച്ച് പോരായ്മകളും കുറച്ച് വലിയ പോരായ്മകളും ഇതൊക്കെ കൊണ്ടാണ് പടം കുറച്ചൊന്ന് താഴേക്ക് പോകുന്നത്. അതർവൈസ് കൊള്ളാം. സോ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്താണെന്ന് തിയേറ്ററിൽ പോയി പടം കണ്ടതിന് ശേഷം രേഖപ്പെടുത്തും. അപ്പൊ മറ്റൊരു വീഡിയോ വേണ്ടി കാണാം. ബൈ.